नमस्ते मेरे प्यारे बच्चों, आप सबको मैम सहारा ഓൺലൈൻ ക്ലാസ് में स्वागत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഹിന്ദി. ഈ ക്ലാസ് 9th സ്റ്റാൻഡേർഡിലെ മക്കൾക്കുള്ളതാണ്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് ആയത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ യൂണിറ്റ് 1 ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ കവിതയുടെ പേരെന്തായിരുന്നു? പുൽബനി ധീമ അല്ലേ? ആ കവിതയിൽ ഒരു കുറച്ച് ആക്ടിവിറ്റീസ് ഗതിവിധി ആയിട്ടാണ്. എല്ലാവരും അത് ശരിക്കും ആ ഗതിവിധി മനസ്സിലാക്കാൻ റെഡിയായിരിക്കണം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം നോട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം പുതിയതായിട്ട് ഏതെങ്കിലും മക്കൾ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും ടീച്ചറിൻ്റെ ക്ലാസ്സുകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കും. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? आप तैयार हैं? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശുരു കരേ. ഓക്കെ മക്കളെ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലെസൺ അല്ലേ? പുൽ ബനി ധീമ. അപ്പോൾ ഈ കവിത സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്താണ്? വൃദ്ധാശ്രമസെ, നമ്മുടെ അമ്മയുടെ ലെറ്റർ, വൃദ്ധാശ്രമത്തിൽ നിന്നും അമ്മയുടെ ലെറ്റർ വരുന്നു അല്ലേ? അപ്പോൾ അമ്മയുടെ ലെറ്ററിൽ എന്താണ് കൊടുത്തിരുന്നത്? മാം ചോദിക്കുന്നത് ബേട്ട അല്ലേ, കൈസേ ഹോ ബേട്ട എന്നാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എത്ര ദുരിതത്തിനിടയിലും ഒരമ്മയും സ്വന്തം കഷ്ടപ്പാട് ചിന്തിക്കാറില്ല. പകരം മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് സുഖമാണോ എന്നാണ് ഒരമ്മ അന്വേഷിക്കുന്നത്. ശരിക്കും ആ ഒരു ക്യാപ്ഷനിലോട് കൂടി തുടങ്ങിയ ആ കവിത മനോഹരമായാണ് നമ്മുടെ കവി നരേന്ദ്ര പുണ്ടരീക് അവസാനിപ്പിച്ചത്. അപ്പോൾ ആ കവിതയിൽ എന്തായിരുന്നു നാം കണ്ടത്? മക്കൾക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു. ആ പാലത്തിൽ കൂടി കുട്ടികൾ യഥേഷ്ടം നിർത്താതെ ഓടി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, പാലമെന്ന് പറയുന്നത് രണ്ട് കരകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് അല്ലേ? അപ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പരസ്പരം അമ്മ ബന്ധിപ്പിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അമ്മയുടെ ചുമതല ഒരല്പം കൂടി എന്നല്ല, കൂടുതൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം അച്ഛൻ്റെ കാര്യം കൂടി അമ്മ ചെയ്യുമ്പോഴേക്കും അമ്മയ്ക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്നു. അപ്പോൾ ദിവസങ്ങൾ കഴിയവേ കാലങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നു. അമ്മ വൃദ്ധയായി മാറുന്നു. അപ്പോൾ അതുവരെ മക്കൾക്ക് അമ്മ കൈത്താങ്ങായിരുന്നു. ആ അമ്മ മക്കളുടെ ചുമലിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരുന്നു. അപ്പോൾ അമ്മ ശരിക്കും വൃദ്ധയായി തുടങ്ങുന്നു. അപ്പോൾ അമ്മ വൃദ്ധയായി അമ്മയുടെ സംരക്ഷണം മക്കളിൽ എത്തുമ്പോഴേക്കും അമ്മ കരുതുന്നത് പോലെയല്ല മക്കൾ കരുതുന്നത്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ചുമതലകൾ പരസ്പരം ഷെയർ ചെയ്യുന്നു അല്ലേ? അവരുടെ ചുമതലകൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു മകൻ നോക്കുന്നു, മറ്റൊരു മകൻ നോക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയെ ഷെയർ ചെയ്യുമ്പോഴേക്കും അമ്മ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം അമ്മയ്ക്ക് മനസ്സിലാകുന്നു. പക്ഷെ അമ്മ നിശബ്ദയായിട്ടിരിക്കുന്നു. അവസാനം കുട്ടികളുടെ, സ്വന്തം മക്കളുടെ ആ ഒരു വിഷമവും കഷ്ടപ്പാടും കണ്ടു അമ്മ എന്താ ചെയ്തത് എന്നാണ് കവി പറയുന്നത്. ഹമാരെ കന്തോംസേ ഉതർ ഗയി മാം അല്ലേ? അമ്മ എന്ത് ചെയ്യുന്നു? അവരുടെ ചുമലിൽ നിന്നും ഉതർന്ന ഇറങ്ങിപ്പോകുന്നു. ആ ഒരു വാക്കുകൊണ്ട്. അപ്പോൾ ചിലപ്പോൾ കവിതയിൽ ഈ ഒരു വാക്ക് ചോദിക്കാം, അതിൻ്റെ മീനിങ് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും എഴുതാം. മൃത്യു ഹോഗയി, അമ്മയുടെ മരണം സംഭവിക്കുന്നു. അപ്പോൾ അമ്മയുടെ മരണം സംഭവിച്ചതിന് ശേഷം കവി ശരിക്കും അർത്ഥവത്തായ 2 വരികൾ കൊണ്ടാണ് നമ്മുടെ കവിത നിർത്തുന്നത്. ഓർ മാം കെ കന്തോം സെ ഉതർത്തേ ഹി ഉതർ ഗയേ ഹമാരെ കന്ധേ.
അമ്മ പോയപ്പോഴാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്, മക്കൾ എത്ര വലുതായാലും മക്കൾ മനസ്സിലാക്കുന്ന എന്ത്, തങ്ങൾ ശരിക്കും സഹായമില്ലാത്തവരായി മാറിപ്പോയി എന്ന്. അപ്പോൾ അവരുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് തന്നെ അമ്മയായിരുന്നു എന്ന് മക്കൾ തിരിച്ചറിയുന്നു. അപ്പോൾ അത്ര മനോഹരമായൊരു കവിതയാണ് നമുക്ക് ആദ്യമായി പഠിക്കാൻ കിട്ടിയത്. ഇനി നമുക്കിതിലെ ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഈ 3 ക്വസ്റ്റ്യൻ പിന്നെ ഈ വരികൾ കണ്ടെത്താനും ഇത്രയും കാര്യം നമുക്കൊന്ന് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഒരു ടിപ്പണി കുറിപ്പ് എഴുതാനുണ്ട്, അത് സ്വയം എഴുതാൻ ശ്രമിക്കുക. നോക്കൂ മക്കളെ, ശ്രദ്ധിച്ചോളൂ. ആദ്യമായി നാം ഒരു ലെസൺ, ഏത് ലെസൺ കഴിഞ്ഞാലും അതിന് ഇതുപോലെ, ഇതിപ്പോൾ ഇക്കായി 1 ഫസ്റ്റ് യൂണിറ്റ് പാർട്ട് 1 ലെസൺ 1 പുൽബെനീഥീമ. അത് ഏതാണ്? പ്രോക്തി കവിതയാണ്. അപ്പോൾ കവിത എന്നിവിടെ കാണിക്കണം. അതുപോലെ അത് എഴുതിയ ആൾ ആരായാലും, അപ്പോൾ അതിൻ്റെ റൈറ്റർ ഇവിടെ കവിയാണ് നരേന്ദ്ര പുണ്ടരി. അത് എഴുതിയതിന് ശേഷം മാക്സിമം അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ലെസൻ്റെ നോട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവൂ. മീനിങ്സ് ആണ്. കുറേ വേർഡ്സ് നിങ്ങൾക്കറിയാം, എങ്കിലും ഇനിയും ഇതിൽ എഴുതി ചേർക്കാൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എഴുതി ചേർത്തുകൊള്ളണം. പുൽ പാല ശബ്ദ യാനി ഫസ്റ്റ് വേർഡ് പാലം അല്ലേ, പുൽ പാലം, ഇംഗ്ലീഷിൽ നാം ബ്രിഡ്ജ് എന്ന് പറയും അല്ലേ. നെക്സ്റ്റ് യാനി അഗല ശബ്ദ കെ ബീച്ച് മാനെ ഇടയിൽ, ഇൻ ബിറ്റ്വീൻ. തീസര ശബ്ദ തേർഡ് വേർഡ് ബേഥഡക് യാനി തടസ്സമില്ലാതെ, ഫിയർലെസ്ലി. നെക്സ്റ്റ് യാനി അഗല ശബ്ദ ബത്തി എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്, ലൈറ്റ്. അഗല ശബ്ദ അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അതായത് സഡൻലി. അഗല ശബ്ദ ടൂട്ട്ന മാനെ പൊട്ടുക, ബ്രേക്ക്. അഗല ശബ്ദ ധീരെ യാനി പതുക്കെ, സ്ലോലി. अगला पेज देखिए मक्कले, नेक्स्ट पेजिल पहला पद बार यानी വീണ്ടും റിപ്പീറ്റഡ്ലി. അഗല ശബ്ദം മാന മാനെ അംഗീകരിക്കുക, നാം ഒരു കാര്യം മനസ്സിലാക്കുക, അക്സെപ്റ്റ്. അഗല ശബ്ദ ആദത്ത് മാനെ സ്വഭാവം, ഹാബിറ്റ്. അഗല ശബ്ദ കന്ധ മാനെ തോൾ, നമ്മുടെ ചുമൽ, ഷോൾഡർ. अगला शब्द महसूस करना माने അനുഭവിക്കുക, ടു ഫീൽ. അഗല ശബ്ദ ബദൽന മാനെ മാറ്റുക, ടു ചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അഗല പദ് ഉത്തർന മാനെ താഴെ ഇറങ്ങുക, ഗെറ്റ് ഓഫ്. അന്തിം പദ് യാനി ലാസ്റ്റ് വേർഡ് താത്പര്യ കവിതയിലുള്ളതല്ല, ടീച്ചർ അത് എഴുതിയതാണ്. യാനി इसका मीनिंग और अर्थम. अब गतिविधियां यानी एक्टिविटीज. പുൽ ബനി थी माँ, പാലമായിരുന്നു അമ്മ. സേ ഇതുകൊണ്ട്, ക്യാ താൽപര്യ ഹെ, ക്യാ മീനിങ് ഹെ. അതായത് ഈ താത്പര്യത്തെ ഇതാണ് ടീച്ചർ ഇവിടെ അർത്ഥമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കൂ, പുൽ ബനീഥി മാം, പാലമായിരുന്നു അമ്മ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കതിന്റെ ആൻസർ ഒന്ന് നോക്കാം. അപ്പൊ ജവാബ് ദേഖിയേ. യഹാം കവി മാം കോ പുൽ കഹാ ഗയാ ഹെ. ഇവിടെ കവി അമ്മയെ പുൽ കഹാ ഗയാ ഹെ, പാലം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്കാ താൽപര്യ, ഇതിന്റെ മീനിങ് യഹ് ഹെ, ഇതാണ്. കി, ഇനി എന്താണ് കാര്യം എന്ന് പറയുക എന്ന് വെച്ചാൽ, പുൽ ദോ കിനാരോം കോ ആപ്പസ് മേ ജോഡ്താ ഹെ. പാലം എന്ന് പറയുന്നത് 2 കരകളെ അല്ലെങ്കിൽ 2 തീരങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്നതാണ്. ഇസി തരഹ്, അതുപോലെ മാം ഭി, അമ്മയും അപ്നെ പരിവാർ കെ, അമ്മയും സ്വന്തം കുടുംബത്തിലെ, പരിവാർ മാനെ ഫാമിലി, കുടുംബത്തിലെ സഫി സദസ്യക്കോ, സഫി എല്ലാ,
സദസ്യ മെമ്പേഴ്സ് ആളുകളെയും, ആപസ്മേം പരസ്പരം ജോഡുത്തീഹെ യോജിപ്പിക്കുന്നു. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടറിയാം. അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലെങ്കിൽ കുടുംബത്തിൽ എന്തില്ല? പരസ്പര സ്നേഹം ഉണ്ടാകില്ല. ഓരോരുത്തരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി തന്നെയാണ് അമ്മ. അപ്പോൾ ഇത് ഫസ്റ്റ് പഹലാ സവാൽ കാ ജവാബ് ഹേ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. അതുപോലെ ഈ ശീർഷകം ഈ കവിതയ്ക്ക് എത്രത്തോളം യോജിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈ ആൻസർ തന്നെ എഴുതാവുന്നതാണ്. अब हम दूसरे सवाल की ओर चलते हैं. सेकंड क्वेश्चन നേരെ പോവുകയാണ്. दूसरा सवाल, बूढ़ा रही है माँ, इसका आशय क्या है? बूढ़ा रही है माँ, വയസ്സായി കൊണ്ടിരിക്കുന്നു അമ്മ, വാർദ്ധക്യമായി കൊണ്ടിരിക്കുന്നു അമ്മ. ഇസ്ക ആശയ് ക്യാ ഹെ, ഇതിന്റെ ആശയം എന്താണ്? നോക്കൂ മക്കളെ, ഇസ്ക ജവാബ്, ഇസ്ക ആശയ് യഹ് ഹെ കി, ഇതിന്റെ ആശയം ഇതാണ്, മാം കെ സ്വാസ്ഥ്യ ബിഗാഡിനെ ലഗി. ഇസ്ക ആശയ് യഹ് ഹെ കി, ഇതിന്റെ ആശയം ഇതാണ്. എന്താണ് എന്ന് വെച്ചാൽ, മാം കെ സ്വാസ്ഥ്യ, അമ്മയുടെ സ്വാസ്ഥ്യമാണ് ഹെൽത്ത്, ആരോഗ്യം, ബിഗാഡിനെ ലഗി, നഷ്ടപ്പെടാൻ തുടങ്ങി, അമ്മയുടെ സ്വാസ്ഥ്യ ആരോഗ്യം നഷ്ടപ്പെടാൻ തുടങ്ങി. ഓർ ഉൻകി ശരീർ പർ, അവരുടെ അതായത് അമ്മയുടെ, ഉൻകെ ശരീർ പർ ബുഢാപ്പേ കാ നിശാൻ ഫി ആ ഗയി, വാർദ്ധക്യത്തിന്റെ നിശാൻ അടയാളവും വന്നു തുടങ്ങി. അർത്ഥാത് എന്ന് വച്ചാൽ, വേ ശാരീരിക ഓർ മാനസിക രൂപ സെ കംസോർ ഹോനെ ലഗി. അമ്മ, വേ മാനെ അമ്മ, അമ്മ ശാരീരികമായിട്ടും മാനസികമായിട്ടും കംസോർ മാനെ വീക്ക്, ക്ഷീണിതയാകാൻ തുടങ്ങി. മനസ്സിലായല്ലോ. ഇവിടെ വേറെ സ്പെഷ്യലായിട്ടുള്ള വേർഡ് സ്വാസ്ഥ്യാണ്. സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത്, ആരോഗ്യം, ബിഗാഡിന നഷ്ടപ്പെടുക, അതുപോലെ നിശാൻ സിമ്പൽ അടയാളം. ഓക്കെ, അർത്ഥാതുമാന് എന്ന് വച്ചാൽ ശരിക്കും ഇത് ഈ പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുകയാണ്. കംസോർ, ക്ഷയിക്കുക, യാനി വീക്ക്. अब तीसरा सवाल, മാം ആഖിർ മാം ഹി തോ ഹേ, അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. അമ്മ അമ്മയാണ്, അമ്മ അവസാനം വരെയും അമ്മയാണ്. ഇസ്സെ അപ്പിനെ ക്യാ സമച്ചാൽ, ഇതുകൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നാണ് നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ. अब देखिए इसका जवाब, माम सदा परिवार का सुख और बच्चों की भलाई चाहती है. മാം അമ്മ, സദാ ഓൾവേസ് എപ്പോഴും, പരിവാർ കാ കുടുംബത്തിന്റെ, സുഖ് സുഖവും, ഓർ ബച്ചോം കി ഫലായി, ബച്ചോം കി കുട്ടികളുടെ, ഫലായി ഫലായി മാനെ നന്മ, നന്മയും, ചാഹ്തി ഹെ ആഗ്രഹിക്കുന്നു. വഹ് അപ്നെ ബച്ചോം പർ, വഹ് മാനെ അമ്മ, അമ്മ അപ്നെ സ്വന്തം, ബച്ചോം പർ കുട്ടികളിൽ, കോയി മുസീബത്ത് ആനെ നിഹിൻ ദേത്തി ഹെ, ഒരു തരത്തിലുള്ള മുസീബത്ത് കഷ്ടപ്പാടും വരാൻ അവസരം കൊടുക്കുന്നില്ല, വരാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അമ്മ അതെല്ലാം സഹിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഒരു കഷ്ടപ്പാടും വരാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. വഹ് കഫി അപ്പിനി പീഡ ബച്ചോം കോ നിഹിം ബദാത്തി, വഹ് അമ്മ, കഫി ഒരിക്കലും, അപ്പിനി പീഡ സ്വന്തം, പീഡ കഷ്ടപ്പാട്, ബച്ചോം കോ കുട്ടികളോട്, നിഹിം ബദാത്തി പറയുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഒത്തിരി കഷ്ടപ്പാടുണ്ട് അല്ലേ അമ്മ, പക്ഷെ അതൊരിക്കലും മക്കളോട് പറയില്ല, തൻ സ്വന്തം കഷ്ടപ്പാടൊന്നും മക്കളോട് പറയുന്നില്ല. ബൽക്കി എന്നാൽ പൂരാജീവൻ മാനെ കംപ്ലീറ്റ് ലൈഫ് മൊത്തം, ജീവിതം മൊത്തം, ബച്ചോം കേലിയെ മക്കൾക്ക് വേണ്ടി, കേലിയെ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി, സമർപ്പിത കർത്തിയെ സമർപ്പിക്കുന്നു. അമ്മ സ്വന്തം ജീവിതം ഫുള്ളും എല്ലാ ജീവിതം മൊത്തം കുട്ടികൾക്കായിട്ട് സമർപ്പിക്കുന്നു. എന്നാൽ സ്വന്തം ദുഃഖം കുട്ടികളോട് അറിയിക്കുകയുമില്ല, അവരെ വിഷമിപ്പിക്കുകയുമില്ല. ഇസ്കാ മത്ലബ് ഹേ കി, ഇതിന്റെ അർത്ഥം, കി ഇതാണ്, എന്താണ് ഇതിന്റെ അർത്ഥം? മാം കെ ജൈസ, അമ്മയെ പോലെ,
സിർഫ് മാം ഹി ഹോത്തി ഹെ. അമ്മയെപ്പോലെ അമ്മ മാത്രമേയുള്ളൂ. മാം കി ജഗഹ് ലേനെ വാല ധർത്തി പർ കോയി നഹീ ഹെ. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. മാം കി ജഗഹ്, ജഗഹ് മാനെ പ്ലേസ്, അമ്മയുടെ സ്ഥാനത്ത് ലേനെ വാല വയ്ക്കാൻ, അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ധർത്തി പർ ഭൂമിയിൽ കോയി നഹീം ഹെ, മറ്റാരും തന്നെ ഇല്ല. അപ്പൊ ശരിക്കും അർത്ഥവത്തായാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയിരിക്കുന്നത്. അപ്പം നന്നായിട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പോകാം. നോക്കൂ മക്കളെ, ഇത് ടെക്സ്റ്റിലെ വർക്കാണ്. ലിഖേ നിമ്നലിഖിത് ആശയ് കവിതാക്കി കിൻ കിൻ പങ്ക്തിയോം ഹെ. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ആശയങ്ങളും വരുന്ന വരികൾ ഏതാണെന്ന് നിങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതണം. പഹ്ല ആശയ് ക്യാ ഹെ ദേഖിയെ, ആദ്യത്തെ ആശയം നോക്കൂ. ബേഠോം കാ ജീവൻ ബേരോക ടോക് ചൽത്തി ഗാഡി കെ സമാൻ രഹ. ബേഠോം കാ ജീവൻ, കുട്ടികളുടെ ലൈഫ്, ജീവിതം, ബേരോക ടോക് മാനെ ഒരു തടസ്സവുമില്ലാതെ പോകുന്ന, ചൽത്തി പോകുന്ന, ഗാഡി കെ സമാൻ വണ്ടിയെ പോലെ രഹ ഇരുന്നു. അല്ലേ, വണ്ടിയെ പോലെ ആണെന്ന് പറഞ്ഞു. ആ ലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ബേരോക ടോക് എന്ന വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കും അത് ബേധഡക് എന്ന ആ വേർഡ് വരുന്ന ലൈനാണ്. അല്ലേ, ശരിക്കും അത് തന്നെയാണ്. ഇസ്കാ ജവാബ് ദേഖിയെ, ഈ 3 ലൈൻ, 3 പങ്ക്തിയാം, ഈ 3 ലൈനാണ് ഇതിന്റെ ഉത്തർ. दौड़ती रहती थी बेतड़क बिना किसी हरी लाल बत्ती के, हम लोगों की ചുക്ക് ചുക്ക് ചക്ക് ചക്ക്. നമ്മുടെ ഇതൊന്നുമില്ലാതെ നാം എല്ലാം നിർബാധം ഓടിക്കൊണ്ടിരുന്നു അമ്മയാകുന്ന പാലത്തിലൂടെ. അല്ലെ, ഒരു തടസ്സവും ഇല്ലാതെ. അപ്പൊ എല്ലാ കഷ്ടപ്പാടും അമ്മയുടെ ചുമലിലാണ്, നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ അതാണ് ഈ വരികളുടെ ആശയം. अब दूसरा आशय देखिए, माम की देखभाल की जिम्मेदारी बेटों पर आ गई. माम की देखभाल, അമ്മയുടെ ദേഖ്ഭാൽ മാനെ സംരക്ഷണം, സംരക്ഷണത്തിന്റെ ജിമ്മേദാരി, ഉത്തരവാദിത്വം, ബേഠോം പർ ആ ഗയി, മക്കളിൽ വന്നു ചേർന്നു. അപ്പൊ അത് നമുക്കറിയാം. അല്ലെ, ആ കന്ധോ എന്ന് പറഞ്ഞ ആ വേർഡ് വരുമ്പോൾ നമുക്കറിയാം അവിടെ അമ്മയുടെ സംരക്ഷണം എത്തിയ മക്കളുടെ ചുമലിലായി എന്നാണ് കവി അർത്ഥമാക്കിയത്. അപ്പൊ ഏതാണ് അതിന്റെ വരികൾ നോക്കൂ മക്കളെ. ഹാത്തോം ഹാത്ത് രഹ്തി മാം ഏക് ദിൻ ഹമാരെ കന്തോമേ ആ ഗയി. ഹാത്തോം ഹാത്ത്, കൈത്താങ്ങായിരുന്ന അമ്മ, ഏക് ദിൻ ഒരു ദിവസം, ഹമാരെ കന്തോമേ ആ ഗയി നമ്മുടെ ചുമലിൽ വന്നു. അതായത് അമ്മയുടെ സംരക്ഷണം നമ്മുടെ ചുമലിൽ എത്തി എന്നാണ് ആ വരികൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ഇതേ ആശയം വരുന്ന വരികൾ. अब अगला सवाल देखिए, यानी अगला आशय, बेटे अपने दायित्व बदलते रहे. മക്കൾ അപ്പിനെ അവരുടെ ദായിത്വമാനെ ഉത്തരവാദിത്വം, ബദൽത്തേ രഹെ, ബദൽന ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ അത് നാം കണ്ടു അല്ലേ, അതിന് കവി പറഞ്ഞിരുന്നത് ബദൽത്തേ രഹേ അപ്പിനെ കന്ധേ എന്നാണ് അല്ലെ. അവരുടെ ചുമലുകൾ പരസ്പരം മാറ്റിക്കൊണ്ടിരുന്ന, ഉത്തരവാദിത്വം പരസ്പരം ഷെയർ ചെയ്തു എന്നാണ്. അപ്പൊ അത് ഈ 2 ലൈനാണ് മക്കളെ. നോക്കൂ, ജബ് തക് ജീവിത് രഹി മാം, ഏതുവരെയാണോ അമ്മ ജീവിച്ചിരുന്നത്, ഹം ബദൽത്തേ രഹേ, ഞങ്ങൾ ബദൽത്തേ രഹേ മാറ്റിക്കൊണ്ടിരുന്നു, അപ്പിനെ കന്തേ നമ്മുടെ ചുമലുകൾ. അപ്പൊ അമ്മയെ നോക്കുന്ന കടമ നാം പരസ്പരം മാറ്റിക്കൊണ്ടേ ഇരുന്നു അല്ലെ. അബ് അഗല ആശയ देखिए, മാം കെ ചലേ ജാനെ സെ ബേട്ടെ ബേസഹാരെ ബനെ. മാം കെ ചലേ ജാന മാനെ മൃത്യു അല്ലെ. അപ്പൊ അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചർ അത് പറഞ്ഞിട്ടുണ്ട്, കന്തോം സെ ഉതർന അല്ലെ, ആ വേർഡ് വരുന്ന ലൈനാണെന്ന് മനസ്സിലാക്കാം. ചലേ ജാനെ സെ ബേഠെ, മക്കൾ, ബേസഹാരെ മാനെ ആരും സഹായിക്കാനില്ലാത്തവരായി മാറി.
അപ്പോൾ അത് ലാസ്റ്റിലെ 2 വരിയാണ് ശരിക്കും വളരെ മീനിങ്, ഒരുപാട് അർത്ഥം ഒളിഞ്ഞിരിക്കുന്ന വരിയാണ് നമ്മുടെ കവിതയിലെ ലാസ്റ്റ് ലൈൻ. ഓർ മാം കെ കന്തോം സേ ഉദർത്തേ ഹി, മാം കെ കന്തോം സേ ഉദർത്തേ ഹി, അമ്മ കന്തോം സേ ഉദർത്തേ ഹി, അമ്മ തങ്ങളുടെ ചുമലിൽ നിന്നും ഇറങ്ങി പോയപ്പോഴേക്കും ഉതർഗയെ ഹമാരേ കന്ധേ, എന്ത് ചെയ്തു, നമ്മുടെ ചുമലും കൂടെ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുമില്ലാതെയായി. അപ്പോഴാണ് ശരിക്കും മക്കൾ മനസ്സിലാക്കുന്നത് എന്ത്, നമ്മുടെ ജീവിതം, ഈ ജീവിതത്തിൽ തരുന്ന എല്ലാ എനർജിയും അമ്മയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അമ്മ എന്ന് പറയുന്നത് ഒരു എനർജി സോഴ്സാണ്. അമ്മ ഇല്ലെങ്കിൽ പിന്നെ മക്കളില്ല എന്ന് ആ മക്കൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ പേർക്കും ഭാരമായി തോന്നും. എന്നാൽ എന്താണ്, അമ്മ മരണപ്പെടുമ്പോഴാണ് മനസ്സിലാക്കുന്ന അമ്മ ഒരിക്കലും ഭാരമായിരുന്നില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറ അച്ഛനെയും അമ്മയെയും ഒക്കെ വൃദ്ധാശ്രമത്തിലൊക്കെ ഉപേക്ഷിക്കുന്ന രീതിയിലുള്ളവരാണ്. അപ്പോൾ നിങ്ങളാകുന്ന ഇനി വരും തലമുറയിലേക്ക് നല്ല ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ കവിത ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനിയുള്ളത് ഒരു ടിപ്പണിയാണ്. ആ ടിപ്പണി നിങ്ങൾ ടീച്ചർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സ്വന്തമായിട്ട് എഴുതുക. ബാക്കി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നാം മനസ്സിലാക്കിയ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് അല്ലാതെ തന്നെ എഴുതാൻ സാധിക്കും. അപ്പോൾ ടീച്ചറുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പുതിയ മക്കൾ ആരെങ്കിലും തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും ടീച്ചറിൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ലെസണുമായി ടീച്ചർ ഉടനെ എത്തുന്നതാണ്. അഭ്യച്ചു ധന്യവാദം.